ശ്രീനാരായണ ഗുരു പ്രായമേറിയവരോടെല്ലാം നാണു വളരെ ആദരവോടെയാണ് പെരുമാറിയിരുന്നത്. തൊഴിലോ ജാതിയോ നോക്കി ഒരാളെയും വേർതിരിച്ച് കണ്ടിരുന്നില്ല. പാടത്തും പറമ്പിലുമൊക്കെ വേല ചെയ്യുന്നവരിൽ പ്രായമുള്ളവരെ നാണു സഹായിക്കുക പതിവായിരുന്നു. കൂടാതെ അവർക്ക് നെല്ലും തേങ്ങായും കൊടുക്കുമായിരുന്നു. പഠിപ്പില്ലാത്ത ദിവസങ്ങളിൽ വേലക്കാരെ നോക്കാൻ നാണുവിനെയാണ് മാടനാശാൻ ചുമതലപ്പെടുത്തിയിരുന്നത്. എന്നാൽ നാണുവിന് ഇതിൽ താല്പര്യമില്ലായിരുന്നു. നാണു ഈ സമയം വെറുതെ ചുറ്റിക്കറങ്ങും. ഒരു ദിവസം അങ്ങനെ നടക്കുമ്പോൾ ഒരു കുടിലിൽ നിന്നും കനത്ത പുക ഉയരുന്നത് നാണു കാണുവാനിടയായി. നോക്കുമ്പോൾ അടുപ്പിലിരിക്കായിരുന്ന കൊച്ചു മൺകലത്തിൽ നിന്നും തിളച്ചു മറിയുന്ന കഞ്ഞി കവിഞ്ഞ് ആ കലത്തിന് ചുറ്റാകെ ഒഴുകിയിറങ്ങുന്നത് കണ്ടു. ആ അടുപ്പിലെ തീ പടർന്ന് കുടിൽ നശിക്കുവാനും സാധ്യതയുണ്ട്. പിന്നെ നാണു യാതൊന്നും ആലോചിച്ചില്ല. കതക് തള്ളി തുറന്നു. തീ വകവയ്ക്കാതെ അടുപ്പിൽ നിന്നും തൂവി ഇറങ്ങിയ കഞ്ഞിക്കലം താഴെ ഇറക്കി വെച്ചു. ഹാവൂ, നാണു നെടുവീർപ്പെട്ടു. ഇതുവഴി വന്ന ഒരാൾ ഇത് കണ്ട് ചോദിച്ചു, നാണുവിനെന്താണ് ഈ താന്ന ജാതിക്കാരുടെ കുടിയിൽ കാര്യം? തീണ്ടലും തൊടിയിലുമൊക്കെ മാടനാശാന്റെ മകന് വേണ്ടെന്നായോ? നാണു പറഞ്ഞു, കുടിക്കാനും കിടക്കാനുമുള്ളത് നശിക്കാതെ നോക്കുന്നത് എങ്ങനെ അശുദ്ധമാകും? നാണുവിൻ്റെ മറുചോദ്യം കേൾക്കാൻ നിൽക്കാതെ അയാൾ ധൃതിയിൽ നടന്നുപോയി. പോകുന്ന വഴിക്ക് കണ്ടവരോടെല്ലാം ഇത് പറഞ്ഞു. അങ്ങനെ മാടനാശാനും ഇതറിഞ്ഞു. വയൽവാരത്തെത്തിയ മാടനാശാൻ നാണുവിനോട് ഇത് ചോദിച്ചു. നാണു പറഞ്ഞു, കുടിക്കാനും കിടക്കാനുമുള്ളതെല്ലാം നഷ്ടപ്പെട്ടാൽ അവർ എവിടേക്ക് പോകും? അവർക്കും നമുക്കും ഒരേ ഈശ്വരൻ തന്നെയല്ലേ അന്നവസ്ത്രാദികളൊക്കെയും മുട്ടാതെ തന്നു രക്ഷിക്കുന്നത്? നാണു പറഞ്ഞു. എങ്കിലും അയിത്തമുള്ളവരല്ലേ നാണു അവരൊക്കെ? മാടനാശാൻ ചോദിച്ചു. നാണു പറഞ്ഞു, അയിത്തം അതവർക്ക് ഈശ്വരൻ കൊടുത്തതല്ലല്ലോ, നമ്മൾ മനുഷ്യർ ചാർത്തിയതല്ലേ. നാണുവിൻ്റെ ആ വാക്കുകൾ മാടനാശൻ്റെ കാതിലല്ല, ഹൃദയത്തിലാണ് തറച്ചത്.